ലിജോ നമസ്കാരം. ലിജോ ഇത് നിങ്ങൾ ആ മേളില് ജോർജാൻ തന്നിരിക്കുന്ന മറുപടി നിങ്ങൾ നോക്ക്. അതായത് ഈ ഇവന്മാരെന്നാക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതിനി വെളുക്കൂല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ പാത്രികീസ് അല്ലെന്ന് പറയുന്ന ഇവന്മാർ പറഞ്ഞു നടക്കുന്ന അബ്ദേദ് മശിയ പാത്രികീസ് ബാവയാണ് 1912 കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ച കഥയല്ല ഞാൻ പറയാൻ വരുന്നത്. 1912 കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് പരിമല പള്ളി വെച്ച് ഇവര് 1958 അൺകണ്ടീഷണൽ ആയിട്ട് സ്വീകരിച്ച പൗരസ്ത്യ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവായിക്ക് പരിമല തിരുമേനിയുടെ അതേ പേരിൽ, അതായത് പരിമല പള്ളി വെച്ച് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുക. അദ്ദേഹത്തിന്റെ പേര് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്നായിരുന്നു. പരിമല തിരുമേനിയുടെ അരുമ ശിഷ്യനായിരുന്നു പുള്ളി. പരിമലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പരിമല പള്ളി വെച്ചാണ് ഈ പട്ടം കൊണ്ട് നടന്നത്. 1912 സെപ്റ്റംബർ 8-ാം തീയതി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, സെപ്റ്റംബർ 8-ാം തീയതി. ആ അദ്ദേഹത്തെ അൺകണ്ടീഷണൽ ആയിട്ട് 58 പാത്രിയർക്കീസ് സ്വീകരിക്കുകയും പൗരസ്ത്യ കാതോലിക്കയായിട്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അസംഖ്യം ജനങ്ങളെ സ്വീകരിക്കുകയും ചെയ്താൽ അതിനർത്ഥം തന്നെ ഈ യുവമാരിപ്പോ പട്ടമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന പാത്രിയർക്കീസ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ഈ പറയുന്ന ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവായിക്ക് പട്ടം ഉണ്ടെന്നല്ലേ? അല്ലെങ്കിൽ പിന്നെ 58 നിങ്ങൾ എന്തിനാണ് സ്വീകരിച്ചതെന്ന് ചോദിക്കണം. അത് വെളുപ്പിക്കണം. ഇനി അതെങ്ങനെ വെളുപ്പിക്കും? ഞങ്ങൾ അങ്ങനെ സ്വീകരിച്ചില്ലായിരുന്നു എന്ന് പറയോ? ഞങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇതിന്റെ രസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ 1912 ഈ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ഈ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ 1929 രണ്ടാം കാതോലിക്ക കാലം ചെയ്തതിനെ തുടർന്ന് മലങ്കര സഭയുടെ സിനഡ് അദ്ദേഹത്തെ പൗരസ്ത്യ കാതോലിക്കയായിട്ട് തെരഞ്ഞെടുക്കുകയും പൗരസ്ത്യ കാതോലിക്കയായിട്ട് അവരോധിക്കുകയും ചെയ്തു. പൗരസ്ത്യ കാതോലിക്ക സ്ഥാനം സ്വീകരിച്ചതിന്റെ 3 ആഴ്ച കഴിഞ്ഞ് ഈ പറയുന്ന ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവയാണ് പാമ്പാടി തിരുമേനിക്ക്, പരിശുദ്ധനായ പാമ്പാടി തിരുമേനിക്ക് കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മേൽപ്പെട്ട സ്ഥാനം കൊടുത്തത്. അതായത് അദ്ദേഹം പൗരസ്ത്യ കാതോലിക്ക സ്ഥാനം ഏറ്റതിന് ശേഷമുള്ള ആദ്യത്തെ മേൽപ്പെട്ട സ്ഥാനാരോഹണ ശുശ്രൂഷയായിരുന്നു പാമ്പാടി തിരുമേനിയുടെ. ഇപ്പം അപ്രയാന പറയുന്നത് പാമ്പാടി തിരുമേനി അവിഭക്ത സഭയിലാണ് കാലം ചെയ്തത്, അതുകൊണ്ട് പാമ്പാടി തിരുമേനി ഞങ്ങളുടെയാണ്. അപ്പൊ ഈ പാമ്പാടി തിരുമേനിക്ക് പട്ടമുണ്ടോ? അതായത് അബ്ദേദ് മശിയ പാത്രികീസ് കൈവപ്പ് കൊടുത്ത പുള്ളിക്ക് പട്ടമില്ല. ആ പുള്ളി കൈവപ്പ് കൊടുത്ത പാമ്പാടി തിരുമേനിക്ക് അപ്പൊ എങ്ങനെയാ പട്ടം വരുന്നത്? ആ പുള്ളിക്ക് പട്ടമില്ല. പിന്നെ പാമ്പാടിയിൽ വന്ന് പ്രസംഗിച്ചതും അപ്രയാൻ അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് പാമ്പാടി തിരുമേനി പരിശുദ്ധനായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളി പറിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്റെ പൊന്നി ചേട്ടാ, ഇതെല്ലാം കൂടെ ഒന്ന് ശൃംഗ് ആകുന്നില്ലല്ലോ. അതിനെക്കുറിച്ചൊന്ന് വെളുപ്പിച്ച് തരാൻ പറ. എല്ലാം ഒന്ന് നമ്മൾ പല കാലഘട്ടത്തിലെ കാര്യങ്ങൾ ചോദിക്കും ഇതുപോലത്തെ വൃത്തികേടൊക്കെ പറയുമ്പോൾ. അപ്പൊ എല്ലാം കൂടെ ഒന്ന് ഒപ്പിച്ച് എവിടുന്നേലും കൊണ്ടുവരാൻ പറ. അത് നിനക്കൊക്കെ പറ്റുമെങ്കിൽ കൊണ്ടുപോവാ. അതാ ഞാൻ പറഞ്ഞത്, എടാ ഇത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ളതാണ്. ജന്മത്ത് നീ ഒന്നും വെളുപ്പിക്കാൻ നോക്കിയാൽ വെളുക്കൂല. അതാണ് അതിനുള്ള മറുപടി. അതുപോലെ തന്നെ ലിജോ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇതിനകത്ത് നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് ആര് കൊണ്ടുവന്ന് പറഞ്ഞാലും ഇതെല്ലാം കാലഹരണപ്പെട്ടു പോയതാണ്. അതായത് മലങ്കര സഭയും മലങ്കര ഇന്ത്യയിലെ കോടതികളും ഇതൊക്കെ കാലാകാലങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കി അതെല്ലാം പണ്ടാറടങ്ങിപ്പോയി പാത്രികീസും അംഗീകരിച്ചു. പറഞ്ഞു മനസ്സിലായോ? 58 ഈ അബ്ദേദ് മശിയ പാത്രികീസിന് പട്ടമില്ലാതെ 58 വരെ പറഞ്ഞുകൊണ്ടിരുന്നവന്മാര് തൊണ്ട തൊടാതെ അത് വിഴുങ്ങിയത് കൊണ്ടാണ് 1972 അതേ പാത്രികീസ് തന്നെ പറഞ്ഞു. പിന്നെയും 12 വർഷം കഴിഞ്ഞിട്ട് മുമ്പ് പറഞ്ഞ പാത്രികീസ് വിഴുങ്ങിയ കാര്യം വീണ്ടും ഛർദ്ദിച്ചാല് നാട്ടുകാർ എടുത്തിട്ട് അലക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പുള്ളി എന്നറിയോ, അബ്ദേദ് മശിയ പാത്രികീസിന് പട്ടമില്ല എന്നുള്ള ആ വാദം പുള്ളി പിന്നെ പറഞ്ഞില്ല. അതിന് പകരം പറഞ്ഞു, മർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും ആയിരിക്കുന്ന വ്യക്തി അതിന് യോഗ്യനല്ല, കാരണം മർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടമില്ല. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ഈ ഡോക്യുമെന്റുമായിട്ട് ഇപ്പൊ പുതിയതായിട്ട് അവതരിച്ചിരിക്കുന്ന അമ്മമാർക്കൊന്നും എടാ ഇതൊന്നും അവന്മാർക്ക് അറിയത്തില്ല. മലങ്കര സഭ എന്നാണെന്ന് ആദ്യം പോയി പഠിക്കുക, അല്ലെ പാത്രികീസ് എന്നാണെന്ന് നീയൊക്കെ ആദ്യം പോയി പഠിക്കുക. എടാ പാത്രികീസ് തന്നെ ആ വാദം ഉപേക്ഷിച്ചു. ഏത്? ഈ അബ്ദേദ് മശിയ പാത്രികീസിന് പട്ടമില്ല എന്നുള്ള വാദം പാത്രികീസ് തന്നെ ഉപേക്ഷിച്ചു. കാരണം എന്നാ? കാരണം പാത്രികീസിന് അറിയാം, അവര് തൊണ്ട തൊടാതെ വിഴുങ്ങിയ സാധനം വീണ്ടും ഛർദ്ദിച്ചാൽ നാട്ടുകാർ എടുത്തിട്ട് പഞ്ഞിക്കിടും. അതുകൊണ്ടാണ് പുള്ളി 72 മർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടമില്ല എന്ന് പറഞ്ഞത്. പറഞ്ഞു മനസ്സിലായോ? അതുവരെ അബ്ദേദ് മശിയ പാത്രികീസിന് പട്ടമില്ല എന്ന് പറഞ്ഞ പാർട്ടി 58 അത് തൊണ്ട തൊടാതെ വിഴുങ്ങിയതുകൊണ്ട് 12 വർഷം കഴിഞ്ഞ് അതേ പാത്രികീസ് തന്നെ ജീവിച്ചിരിക്കുക. ആ പുള്ളി തന്നെ വീണ്ടും അബ്ദേദ് മശിയായിക്ക് ഇനിയും പട്ടമില്ല, 70 തൊട്ട് വീണ്ടും പട്ടമില്ല എന്ന് പറഞ്ഞ മലങ്കര സഭയെ കാലുകുത്തി
പുള്ളി പാത്രീക്കീസ് അതൊന്നും നാട്ടുകാർ നോക്കില്ല. ചിലപ്പോ വല്ല നാട്ടുകാരെ വായി പിടിച്ചതൊക്കെ പറയും. അത് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി തന്നെ ചെയ്തു, കളം മാറ്റി. ആ മർത്തമാസിലേക്ക് തന്നെ പട്ടമില്ല. എടാ ഇതൊക്കെ ആ ചെറുക്കനോട് പോയി പറഞ്ഞു കൊടുക്കും, ഈ ഡോക്യുമെന്റുമായിട്ട് നടക്കുന്നവനോട്. കഷ്ടം എന്നല്ലാതെ എന്താ പറയും. ഈ ദേശം പാമ്പാടി ദേശം അറിയപ്പെടുന്ന ഒരു ദേശമാണ്. പാമ്പാടി തിരുമേനി എന്ന് പറയുന്ന നാമധേയം വിശുദ്ധ ജീവിതം നയിച്ച അദ്ദേഹം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നിർഭാഗ്യവശാൽ 1912 സഭ രണ്ടായി പിരിയുന്ന സാഹചര്യമുണ്ടായി. ഭാഗ്യവശാൽ വീണ്ടും 1958 സഭ ഒന്നാവുന്ന സാഹചര്യമുണ്ടായി. 1965 ഒന്നായിരുന്ന സഭയിലാണ് പരിശുദ്ധനായ വിശുദ്ധ ജീവിതം നയിച്ച പാമ്പാടി തിരുമേനി കാലം ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തിരുമേനിയെക്കുറിച്ച് ആർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല.